ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകിയുടെ അമ്മയുടെ അരികിൽ പൊന്നുവിനെയും കൊണ്ട് ചെന്നു കേട്ടോ. ഇതെൻ്റെ മോളെ അമ്മേ, അവളെ അമ്മയൊന്ന് വിളിക്കാമേ, പൊന്നൂന്നൊന്ന് വിളിക്കാമേ എന്നൊക്കെ പറയാം. അപ്പോൾ അന്നേരമാണ് നമ്മുടെ മേരിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. മേരിയമ്മ വന്നിട്ട് ജാനകിയൊക്കെ വിളിച്ചു. അപ്പം പൊന്നുവിനോട് പറഞ്ഞു, മോൾ ഇവിടെ അമ്മാമ്മയുടെ അടുത്ത് ഇരിക്കുക, അമ്മ ഇപ്പോൾ വരാമെന്ന്. അപ്പം ഞാൻ അമ്മാമ്മയുടെ കൂടെ ഇരുന്നോളാം അമ്മയെന്ന് നമ്മുടെ പൊന്നു. അപ്പോൾ എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അപ്പം മേരിയമ്മ മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. അമ്മാമ്മയെ കിട്ടിയില്ലേ മോൾക്ക്, ഇനി എന്നും അമ്മാമ്മ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മേരിയമ്മ അമ്മാമ്മയോട് ചെന്ന് വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ പൊന്നു പറയാം. ഫോണിലൂടെ ഉമ്മ കൊടുത്താൽ പോരാ, അമ്മയ്ക്ക് നേരിട്ട് ഒരു ഉമ്മ കൊടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ കൊടുക്കാമല്ലോ എന്നും പറഞ്ഞു പൊന്നുകുട്ടി. എന്നിട്ട് നേരെ ചെന്ന് അമ്മാമ്മയെ കെട്ടിപ്പിടിച്ചു. ഇത് അമ്മാമ്മയുടെ പൊന്നുവാ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും രാധാമണി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു. കുഞ്ഞിനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ സമയത്ത് ജാനകിയും അഭിയും കൂടെ നമ്മുടെ സ്വാമിജിയെ കാണാനായിട്ട് ചെന്നാട്ടോ. അവിടെ ചെന്ന് സ്വാമിജിയായിട്ട് ഇവർ കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോകാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം എന്ന് സ്വാമിജി ഇവരോട് ചോദിച്ചു. അന്നേരം ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇവിടെ നിർത്തിയിട്ട് പോകാൻ ഇനി ഞങ്ങൾക്ക് പറ്റില്ല സ്വാമിജി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അഭിറാമിനോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നില്ലേ, അരുന്ധതി ദേവി ശത്രുവിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ മദർ ആഗ്നസ് ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം അത് മറന്നുപോയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളും ആ നാട്ടിൽ തന്നെയല്ലേ ഉള്ളതെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. അതൊരു വലിയ പ്രശ്നമായ കാര്യമല്ലേ അബ്രാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അങ്ങനെ? അബ്രാമിൻ്റെ അച്ഛൻ്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് അയാളെന്നാണ് മദർ ആഗ്നസ് പറഞ്ഞിരുന്നത്. ആ ഒരു നിലയ്ക്ക് നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അടുപ്പം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ, അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളിപ്പോൾ ഞങ്ങളുടെ ബന്ധു കൂടിയാണെന്ന കാര്യവും എൻ്റെ അനുജൻ വിവാഹം ചെയ്തിരിക്കുന്നത് അയാളുടെ മകളെയാണെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കല്ലേ കാര്യങ്ങൾ പോകത്തുള്ളൂ അബ്രാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അയാളിൽ നിന്ന് അബ്രാമിൻ്റെ പിതാവ് മറച്ചു വെച്ച ആ ഒരു രഹസ്യമാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചു. കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയേറും, കുടുംബങ്ങൾക്കുള്ളിൽ അംഗചിത്രം ഉണ്ടാവില്ലേ, പലരുടെയും സമാധാന ജീവിതം തന്നെ ആവില്ലേ തകർന്നു പോവുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അബി അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഒരുപാട് കാത്തിരുന്നവളാണ് സ്വാമിജി. എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കളയാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി ഒരുപാട് അലഞ്ഞവളാണ് ഞാൻ. എൻ്റെ അമ്മയെ ശരണാലയത്തിൽ വിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയില്ല എന്ന കാര്യവും ജാനകി ഇങ്ങനെ സ്വാമിജിയോട് പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ വേണം, എൻ്റെ അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും ജാനകി ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെനിക്ക് സ്വാമിജിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും കുട്ടിയുടെ അമ്മയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലല്ലോ എന്നും സ്വാമിജി ഇങ്ങനെ ഇവരോട് ചോദിക്കുക. അപ്പോൾ ഇവർക്കൊന്നും പറയാനില്ല. അപ്പോൾ അമ്മയെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങളെന്ന് അബ്രാം അന്നേരം പറഞ്ഞു കേട്ടോ. തൽക്കാലം ഞങ്ങൾ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നൊന്നുമില്ല, മറ്റൊരിടത്ത് കുറച്ച് ദൂരെയായിട്ട് താമസിപ്പിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ജഗദീശ്വരന് വിട്ടുകൊടുക്കുക, അതാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി സ്വാമിജി എന്ന് പറഞ്ഞു. ഇവരെന്നിട്ട് സ്വാമിജിയോട് നന്ദി പറഞ്ഞിട്ട് അവിടുന്ന് പോവുക. ഈ സമയത്ത് പൊന്നുകുട്ടിയാണെങ്കിൽ അമ്മമ്മയ്ക്ക് ഓറഞ്ചൊക്കെ എടുത്ത് കൊടുക്കുക. അമ്മമ്മയാണെങ്കിൽ ആ ഓറഞ്ച് തിരിച്ചു മേടിച്ച് പൊന്നുകുട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഇതായിട്ടോ. പിന്നെ ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക നമ്മുടെ രാധാമണി. അപ്പോൾ പൊന്നുകുട്ടി എന്നിട്ട് ചുറ്റിനും ഇങ്ങനെ നോക്കുക. ഇതാണോ അമ്മാമ്മയുടെ വീട്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മാമ്മയോട് കൊച്ച് പറയുമ്പോഴും അമ്മാമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ കൊച്ചിനെ. പൊന്നുവിൻ്റെ വീട് വലിയ വീടാണെന്നും അച്ഛനും അമ്മയും പിന്നെ ചെറിയച്ഛന്മാരും ചെറിയമ്മമാരും അച്ചമ്മയും അങ്ങനെ എല്ലാവരും ഉള്ള വീടാണെന്നൊക്കെ നമ്മുടെ പൊന്നു പറയുക. ആഭരണ ചെറിയമ്മയും അച്ചമ്മയുമേ മുത്തശ്ശിയെ ദൂരെ എവിടെയോ കൊണ്ടുപോയി വിട്ടു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ കഥകളൊക്കെ നമ്മുടെ പൊന്നുകുട്ടി രാധാമണിയോട് പറയുക. പൊന്നുവിനെ അച്ചാച്ചൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാ കഥകളും പറഞ്ഞു. അച്ചാച്ചൻ മരിച്ചു പോയത്. അപ്പോൾ ഞങ്ങൾ അമ്മാമ്മയെ കണ്ട കാര്യം ആരോടും പൊന്നു പറഞ്ഞിട്ടില്ല കേട്ടോ. നിരഞ്ജന ചെറിയമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നിരഞ്ജന ചെറിയമ്മ പാവാ, പിന്നെ പൊന്നുവിൻ്റെ അമ്മയെപ്പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊച്ചു പറയുന്നു. ആഭരണ ചെറിയമ്മയ്ക്ക് എപ്പോഴും ദേഷ്യം അമ്മാമ്മയെ, എൻ്റെ അമ്മ എപ്പോഴും കളിയാക്കും, പൊന്നുവിനോടും ദേഷ്യമാണെന്നൊക്കെ കുഞ്ഞു മനസ്സിങ്ങനെ ആ അമ്മാമ്മയെ കണ്ടപ്പോഴേ എല്ലാം പറഞ്ഞു കേൾപ്പിക്കുക. ആഭരണ ചെറിയമ്മയുടെ അച്ഛനെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞ് പൊന്നുവിനെ വഴക്കു പറയും. ആഭരണ ചെറിയമ്മയുടെ അച്ഛനെ കാണുന്നത് പേടിയാ,
പിന്നെ ചെറിയമ്മയുടെ അച്ഛനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൊന്നുകുട്ടി എല്ലാ കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും അമ്മമ്മ കരഞ്ഞു. അപ്പോഴേക്കും കൊച്ചു കണ്ണൊക്കെ തുടച്ചു കൊടുത്തു രാധാമണിക്ക്. അയ്യോ അമ്മമ്മ കരയല്ലേ, ആരും കരയുന്നത് പൊന്നുവിന് ഇഷ്ടമല്ല എന്നൊക്കെ പൊന്നു ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും രാധാമണി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു, ഭയങ്കര സങ്കടത്തോടെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഉണ്ണിത്താനെ കേട്ടോ. അപ്പോൾ ഉണ്ണിത്താൻ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ എനിക്കിത് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് സാർ, ഞാനിത് എൻ്റെ മോളോട് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞു ഫോണൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ സാറിന് അനുഗ്രഹം മാത്രം മതി എൻ്റെ മോൾക്ക്, താങ്ക് യു ഒക്കെ പറഞ്ഞ് ഉണ്ണിത്താൻ ഫോൺ കട്ട് ചെയ്തു. ആ സമയത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ ഗുമസ്തൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അവൾ എവിടെയാണെന്ന് ചോദിച്ചപ്പം മേഡം വരുന്നുണ്ടെന്ന് പറഞ്ഞു. മറ്റു വക്കീലന്മാരും മേഡത്തെ പൊതിഞ്ഞിരിക്കുക, സാറിൻ്റെ മകളായതുകൊണ്ട് തന്നെ വലിയ വാർത്തയല്ലേ അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഉണ്ണിത്താന് ഭയങ്കര ഹാപ്പി. എൻ്റെ സാറേ, സാറും കൂടി കോടതി മുറിയിൽ വേണ്ടതായിരുന്നു, സത്യത്തിൽ ഞാനങ്ങനെ ആഗ്രഹിച്ച് പോയി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നിരഞ്ജനയുടെ കോടതിയിലെ പെർഫോമൻസിനെ പറ്റി എനിക്ക് അപ്പോൾ വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എതിർഭാഗം വക്കീൽ സക്കീർ ഹുസൈൻ ആയിരുന്നു എന്നും ഒബ്ജക്ഷൻ പറഞ്ഞ് നിരഞ്ജന മേഡം എഴുന്നേൽക്കുമ്പോൾ തന്നെ തൻ്റെ കയ്യിൽ നിന്ന് പോയ മട്ടില പുള്ളിയുടെ മുഖം ഇരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരി നമുക്ക് നോക്കാം, പക്ഷെ അയാൾ ചെറിയ പുള്ളിയൊന്നും അല്ല. അപ്പോൾ സാർ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കേസ് നിരഞ്ജന മേഡം തന്നെ ജയിക്കാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് കൃഷ്ണൻ ഗുമസ്തൻ അങ്ങ് പോയി. തൊട്ടടുത്ത നിമിഷം മകൾ വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ മകളെ കണ്ടപ്പോൾ ചോദിച്ചു. മോശമായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ പോയിന്റുകളൊക്കെ അച്ഛൻ പറഞ്ഞു തന്നതാണല്ലോ, പ്രസൻറ്റേഷൻ മാത്രമല്ലേ എൻ്റേതുള്ളൂ എന്നിങ്ങനെ മകള്. അപ്പോൾ സോമശേഖരൻ സാർ എന്നെ വിളിച്ചായിരുന്നു, പിന്നെ ഉണ്ണിത്താൻ്റെ മോൾക്ക് ശോഭനമായിട്ടുള്ളൊരു ഭാവി ഉണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. ആണോ എന്നൊക്കെ ചോദിച്ചു മകള്. അപ്പം ഞാൻ അതിനു വേണ്ടി തന്നെയല്ലേ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം നീ ഈ കേസിൽ ജയിച്ചാൽ അതൊരു വലിയ വാർത്തയായിരിക്കും മോളെ എന്ന് ഉണ്ണിത്താൻ മകളോട് പറയണം. അച്ഛനത് കാണണം, നിനക്ക് കുറച്ച് മത്സരബുദ്ധി ഉണ്ടാകട്ടെ എന്ന് കരുതിയാ ഞാൻ ഈ കേസ് നിന്നെ തന്നെ ഏൽപ്പിച്ചതെന്നും അച്ഛൻ മകളോട് പറഞ്ഞിട്ട്, മോളെ എന്നാലും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ആദ്യ ദിവസം കണ്ട സക്കീർ ഹുസൈൻ ആയിരിക്കില്ല നീ ഇനി കാണാൻ പോകുന്നത്, എന്നാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അച്ഛാ എന്ന് നിരഞ്ജന പറയുവാണ്. അപ്പോൾ വൈകി ഉദിച്ച വിവേകമാണിതെന്നും ഇതാണ് മോളെ നിന്റെ വഴിയെന്നും അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുക. പണത്തോട് ഒടുങ്ങാത്ത ആർത്തിയുമായി നടക്കുന്ന ഒരുത്തൻ്റെ കയ്യിൽ കളിപ്പാവിയായി ജീവിതം ഹോമിച്ച് കളയേണ്ടവളല്ല നീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നിരഞ്ജന എന്ന് ചിരിക്കുന്നു. മക്കൾ നന്നായി ജീവിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കളെന്നും ഭൂമിയിൽ സ്വാർത്ഥതയില്ലാത്തത് അതിന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മക്കളുടെ പല ആഗ്രഹങ്ങൾക്കും അവരെതിരെ നിൽക്കുന്നതേ അവരുടെ നന്മയെ കരുതി മാത്രമാണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മകൾക്ക് കുറേ ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ മകളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മകൾ നേടിയെടുക്കേണ്ടതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു കൊടുക്കുക. ജയിക്കാൻ വേണ്ടി തന്നെ അച്ഛൻ നിരഞ്ജന തുടങ്ങിയത്, ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സക്കീർ ഭായിയെയും അതുപോലെ തന്നെ നമ്മുടെ തമ്പിയെയുമാണ്. തമ്പി ഇച്ചിരി സ്മോൾ അടിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ രണ്ടെണ്ണം അടിക്കുന്നവരാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയുമ്പം ക്ലബിൽ വന്നാൽ മദ്യപിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അതെ, കുടുംബമില്ലാതെ ഞാൻ കുറച്ച് നല്ല ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ലല്ലേ എന്ന് ചോദിച്ചു സക്കീർ ഭായി ഈ തമ്പിയോട്. അപ്പോൾ താൻ നല്ല ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുക. അച്ഛനോടുള്ള കണക്ഷൻ തനിക്ക് മോനോടും ഉണ്ടായിരിക്കണമല്ലോ അല്ലേ? പ്രത്യേകിച്ചും സൂര്യനാരായണൻ്റെ പ്രിയപുത്രനോട് തനിക്കത് ഉണ്ടാകുമല്ലോ. അപ്പോൾ അബിയെ പറ്റിയാണോ താൻ ചോദിക്കുന്നത്? ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചു കേട്ടോ. വക്കീല നേരം തലയാട്ടി. ജാനകി അവളുടെ അമ്മയെ കണ്ടെത്താൻ ലോകത്തുള്ള എല്ലാ ഓർഫണേജുകളും കയറി ഇറങ്ങുന്ന കാര്യം താനെന്താ അറിയുന്നില്ലേ എന്ന് ചോദിച്ചു. സക്കീർഭായി ഒന്നും മിണ്ടിയില്ല. അവളിപ്പോൾ വീട്ടിലേക്ക് വരാറില്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. അമ്മയെ കണ്ടെത്താനോ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? അതെങ്ങനെ സാധിക്കാനാണെന്ന് സക്കീർ ഭായി ചോദിച്ചു. അപ്പം അത് തന്നെ എനിക്കും അറിയേണ്ടത്. ജാനകിക്ക് അമ്മയെ കണ്ടെത്താനായിരുന്നെങ്കിലേ സൂര്യ സാറിൻ്റെ മരണം കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് സക്കീർ ഭായി ഇയാളോട് ചോദിച്ചു. അപ്പം ജാനകി പറയാതെ തന്നെ സൂര്യ സാറ് അതിന് മുന്നിട്ടൊക്കെ ഇറങ്ങത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. തമ്പിക്കൊന്നും പറയാനില്ല. തമ്പി അതിനെപ്പറ്റി ആലോചിക്കുക ശരിയാണല്ലോ എന്ന്. അപ്പം തമ്പിക്ക് അറിയാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ജാനകി സൂര്യപ്രഭ ഓർഗനൈസേഷനിലേക്ക് ജോലി കിട്ടി വന്നൊരു പെണ്ണാണെന്നും കോഴിക്കോടിനും വയനാടിനും ഇടയിൽ ഉള്ള ഒരു ഓർഫണേജിൽ അവൾ വളർന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ അറിവ്. ആദ്യം അവിടെ ഒരു കമ്പനിയിലായിരുന്നു അവൾക്ക് ജോലി കിട്ടിയത്. അത് കഴിഞ്ഞിട്ടല്ലേ അവൾ ഇവിടെ വരുന്നതും അബിയെ കല്യാണം കഴിക്കുന്നതും ഒക്കെ. കാലം ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും എന്തെന്നും പറഞ്ഞുകൊണ്ട് അവൾ അന്വേഷിച്ച് പോകുന്നത്. അവൾ മാത്രമല്ല അബിയും ഇതിനു വേണ്ടി കൊണ്ടുപിടിച്ച് നടക്കുകയാണല്ലോ. അവളുടെ അച്ഛനെയോ അമ്മയെയോ അലകാപുരിയിൽ കൊണ്ടുവരുമെന്ന് ഞാനിരിക്കുന്ന സമയത്ത് അവൻ വെല്ലുവിളിച്ച് പറഞ്ഞതാണെന്ന് തമ്പി പറയുമ്പം പറഞ്ഞത് തമ്പിയോടല്ലേ എന്ന് ചോദിച്ചു വക്കീല്. തമ്പിയും ഇതുപോലെ പൊട്ടത്തരമൊക്കെ പറയുന്ന കക്ഷിയല്ലേന്ന് ചോദിക്കുമ്പം തലയിൽ പൂടയില്ലെന്ന് കരുതി എനിക്ക് ടൂതരുത് കേട്ടോ എന്ന് തമ്പി സക്കീർ ഭായിയോട്. അപ്പോൾ
ജാനകി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതായി അബി ഒരു ദിവസം എന്നോട് പറഞ്ഞു. അതിനെന്ത് കാര്യമാണ് ഉള്ളതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. അബി എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മകളുടെ കുത്തുവാക്കും പരിഹാസവും ജാനകിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണെന്നുള്ള കാര്യം സക്കീർ ഭായ് ഇങ്ങനെ പറയാം. എന്നാൽ നിങ്ങൾ മറ്റൊരു വീടെടുത്ത് മാറാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അതിനവർ തയ്യാറാകുന്നില്ല. വീട് മാറ്റത്തിന് അബി തീരെ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഉറങ്ങുന്ന വീടല്ലേ അത്, അവിടുന്ന് മാറില്ലെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ഓ അങ്ങനെ എന്നും പറഞ്ഞ തമ്പി ഇങ്ങനെ പുച്ഛത്തോടെ ഇരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരു ജോലി എന്നുള്ളൊരു ചിന്ത അത് ജാനകിക്ക് ഉണ്ടായത്. ഏത് കമ്പനിയിൽ ചെന്നാലും നല്ലൊരു പോസ്റ്റ് ജാനകിക്ക് ഉറപ്പാണെന്ന് സക്കീർ ഭായ് പറയുന്നു. അതിനുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ അവൾക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജാനകി ഏതോ കമ്പനിയിൽ കയറിയോ എന്ന് എനിക്കറിയില്ല. അവർ ജീവിച്ചു പോട്ടെ തമ്പി, അവരുടെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ താല്പര്യം കാണിക്കുന്നേ എന്ന് സക്കീർ ഭായ് ചോദിച്ചു. അപ്പം വിടില്ലടോ ഞാൻ അവളെയും അവനെയും എന്നീ തമ്പി എന്നേരം പറഞ്ഞു. അവരെ ഒരു കാലത്തും മനസമാധാനത്തോടെ ജീവിക്കാൻ ഈ തമ്പി സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തമ്പി ഇങ്ങനെ പറയുന്നു. എൻ്റെ കണ്ണിൽ സൂര്യനാരായണൻ ഒരു മകനേ ഉള്ളൂ, അത് അഭി മാത്രമാണെന്നും ബാക്കി 2 വാഴകളാണെന്നും സൂര്യ പോയി എന്ന് വെച്ച് എനിക്ക് എൻ്റെ കണക്കുകൾ തീർക്കണ്ടേടോ എന്നൊക്കെ തമ്പി ചോദിച്ചു. അതിന് തമ്പിക്കേ അവൻ്റെ മകൻ മതി, വേറെ ആരും വേണ്ടാന്ന് പറഞ്ഞ് തമ്പി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണു. സക്കീർ ഭായ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം പിന്നെ സക്കീർ ഭായും അഭിയും കൂടെ ഫോണിൽ സംസാരിക്കുമ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ സക്കീർ ഭായിയെ വിളിച്ചിട്ടൊരു താമസ സ്ഥലം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ജാനകിയോട് അഭി പറയുമ്പോൾ, അതെന്തിനാ അഭിയേട്ടൻ ഇപ്പം അങ്ങനെ നോക്കുന്നത്? 1-2 ദിവസം നമ്മളിവിടെ താമസിച്ചെന്ന് കരുതി സ്വാമിജി ഒന്നും പറയാനൊന്നും പോകുന്നില്ല. ആശ്രമത്തിൽ അഭിയേട്ടന് കിട്ടിയ സ്വീകരണമൊക്കെ കണ്ടതല്ലായിരുന്നു എന്ന് ജാനകി ചോദിക്കാം. അപ്പോൾ അത് അച്ഛൻ ചെയ്ത പുണ്യമല്ലേ എന്ന് അഭി ചോദിച്ചു. പിതാക്കൾ ചെയ്തത് മക്കൾ അനുഭവിക്കുമെന്നല്ലേ പറയുന്നത്? അത് നല്ലതായാലും ചീത്തയായാലും അത് അങ്ങനെ തന്നെയാണെന്ന് ഇങ്ങനെ അഭിയോട് പറയുക ജാനകി. അപ്പോൾ ചിരിച്ചു അഭി. എന്താ ചിരിച്ചത്? അത് പറഞ്ഞാൽ നീ സഹിക്കില്ല. മനസ്സിലായി, ഞാൻ അത്ര വണ്ടിയൊന്നും അല്ല എന്ന് ജാനകി അന്നേരം. എൻ്റെ അച്ഛൻ്റെ ചെയ്തികളുടെ ഫലം ഞാൻ അനുഭവിക്കുമെന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിച്ചു ജാനകി. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് ഒരു യോഗമുണ്ട്. അയാൾക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. അയാളുടെ സ്വഭാവം അവൾ കാണിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് വിടാം എന്ന് അഭി പറഞ്ഞു കേട്ടോ. സക്കീർ ഭായ് ഒരു കാര്യമേറ്റാൽ അത് നടപ്പാക്കിയിരിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും നാളെ ഏത് സമയത്തെങ്കിലും നമുക്ക് അമ്മയുമായി ശരണാലയം വിടേണ്ടി വരുമെന്നും അഭി ജാനകിയോട് പറയുക. അതിനൊക്കെ തയ്യാറായിക്കോളാനും. അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അഭി ഓക്കെ പറഞ്ഞു. അത് ജാനകി ഓക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എവിടെ കൊണ്ടുപോയാലും മേരിയമ്മയെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അഭി. കേട്ടറിഞ്ഞത് വെച്ചാൽ മേരിയമ്മയ്ക്ക് സ്വന്തക്കാരായി ആരുമില്ല, അവരെ ഞാൻ കൈവിടില്ല എന്ന് ജാനകി പറയുക. ദൈവം ചിലർക്ക് ചിലതൊക്കെ കരുതി വെക്കാറുണ്ടെന്നും അങ്ങനെ ഒരു ഇതാണ് മേരിയമ്മ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒരു കാരണവശാലും പുറത്തു പോകരുത്, അങ്ങനെ ഒരിക്കലും തമ്പിയും മകളോ അത് അറിയരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാനകി അമ്മയോട് പറയാം. ഇനിയിപ്പോൾ അമ്മ ജീവനോട് ഇരിപ്പുണ്ടെന്ന് തമ്പി തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടതെന്ന് ജാനകി പറയുന്നുണ്ട് കേട്ടോ അഭിയോട്. ജാനകി എവിടെയെന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയുണ്ടെന്ന് പറയുമ്പം അവൾ എന്ത് കഥ വേണമെങ്കിലും പറഞ്ഞോട്ടെ, അഭിയേട്ടനും പൊന്നും അളകാപുരിയിലുണ്ടെങ്കിൽ അപർണയൊന്ന് അടങ്ങും, ഞാനൊന്ന് പറയുന്നത് അഭിയേട്ടൻ കേൾക്കാൻ പറഞ്ഞു ജാനകി. അപ്പോൾ അല്ല പൊന്നു എവിടെയാണെന്ന് ചോദിച്ചു. അമ്മയുടെ കൂടെ ഉണ്ടോ? സംസാരമൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേ അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അഭിക്ക് ഭയങ്കര അത്ഭുതം. അമ്മമ്മയോട് അവൾ വാതോരാതെ എന്തൊക്കെയോ സംസാരമായിരുന്നു എന്നാ മേരിയമ്മ പറഞ്ഞതെന്നൊക്കെ പൊന്നുവിനെ പറ്റി പറയുക ജാനകി. അമ്മയിൽ നിന്ന് പ്രതികരണം കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ അഭിക്ക് ഭയങ്കര ഒരു നിരാശ. കുറച്ച് ദിവസം അമ്മയ്ക്കൊപ്പം അവളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രഭാവതി ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെ നിൽക്കുകയാണ് ഈ അപർണ പ്രഭാവതിയെ പൊളിക്കാൻ ഉള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ പ്രഭാവതിയും കയറി വരുമ്പോഴേക്കും ജാനകി എവിടെയായിരുന്നു എന്നുള്ള കാര്യം എന്താ അമ്മ അവളോട് ചോദിക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പം ഞാനെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നതെന്ന് പ്രഭാവതി ചോദിച്ചു. അമ്മയല്ലാതെ ആരാ പിന്നെ ജാനകിയോട് അത് ചോദിക്കേണ്ടത്? വീട്ടിൽ നിന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നു. വീണ്ടും വലിയ ബാഗൊക്കെ എടുത്ത് കുടുംബസമേതം അവർ പോയിരിക്കുകയാണല്ലോ. എവിടേക്കാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് ചോദിക്കാനുള്ള അവകാശം ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കുള്ള അവകാശത്തെ പറ്റിയൊക്കെ ബോധവതിയാണ് ഞാനെന്ന് പ്രഭാവതി അന്നേരം ഈ അപർണയോട് പറഞ്ഞു. പിന്നെ മനസാ വാച ഒന്നും അറിയാത്ത എന്നെ കൊണ്ടുപോയി ഒരു മഹാപാപത്തിൻ്റെ പങ്കു പറ്റിച്ചവളല്ലേ നീ? അന്ന് നിനക്കറിയില്ലായിരുന്നോ? ഈ വീട്ടിലുള്ള അവകാശത്തെ പറ്റിയൊന്നും നീ ചിന്തിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അമ്മയെ അഗതി മന്ദിരത്തിലാക്കിയ കാര്യം തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നതെന്ന് പറയുമ്പം അമ്മയ്ക്ക് അവിടെ വെച്ച് തന്നെ എതിർത്ത് പറയാമായിരുന്നല്ലോ.
പിന്നെ എന്താ അമ്മ വാ പൂട്ടി നിന്നത്? അപ്പോൾ നിരഞ്ജന കയറി വരുന്നു. മുത്തശ്ശിയെ കൊണ്ടുള്ള ഉപദ്രവം അമ്മയ്ക്ക് സഹിക്കാൻ മേലാത്തത് കൊണ്ടല്ലേ, പഴി എനിക്കും അല്ലേന്ന് അപർണ. അപ്പം നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നു. അപ്പം നിരഞ്ജന തന്നെയാണ് ഭാഗ്യവതി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിരഞ്ജനയ്ക്ക് അറിയണ്ടല്ലോ. അതിന് മാത്രം എന്ത് കാര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായതെന്ന് നിരഞ്ജന ചോദിച്ചു. ജാനകി വലിയ ബാഗുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്തിനാണെന്നും അപർണയ്ക്ക് അറിയണമെന്ന് പ്രഭാവതി നിരഞ്ജനയോട് പറയണു. പിന്നെ നിന്നോട് എന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പ്രഭാവതി. അപ്പോൾ വലിയ ബാഗുമായിട്ടാണ് ഏട്ടത്തി പോയതെങ്കിൽ ഉടനെ മടങ്ങി വരില്ല എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് നിരഞ്ജന അപർണയോട് ചോദിച്ച് അവളെ തളയ്ക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്നാൽ